നാരായണ ഗുരു പറഞ്ഞാണ്, ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന കാലത്ത് സ്വാമികളും ഒരു ശിഷ്യനുമായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സ്വാമികൾ, ഇംഗ്ലീഷുകാർ ജയിക്കാൻ നാമൊക്കെ പ്രാർത്ഥിക്കണം, നമുക്കൊക്കെ സന്യാസം നൽകിയ ഗുരുക്കന്മാരാണവർ. ശിഷ്യൻ, സന്യാസം നൽകുക എന്ന് വെച്ചാൽ മന്ത്രോപദേശം ചെയ്ത് കാഷായം നൽകുകയാണ് പതിവ്. തൃപ്പാദങ്ങൾ കൽപ്പിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. സ്വാമികൾ, ശ്രീരാമൻ്റെ കാലത്തുകൂടി ശൂദ്രാദികൾക്ക് സന്യസിപ്പാൻ പാടില്ലെന്നല്ലേ പറയുന്നത്? ഹിന്ദുക്കൾ സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലയോ എന്നാണ്. ബ്രിട്ടീഷുകാരൻ വന്നുകൊണ്ടാണ് എനിക്ക് സന്യസിക്കാൻ പറ്റിയതെന്നാണ് നാരായണ ഗുരു പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ സന്യാസം ഇല്ല. ശൂദ്രനൊന്നും സന്യാസം ശംഭുവിൻ്റെ തല പോയ പോലെ തല പോവും. അതാണ് ഇവിടെ ധർമ്മത്തിൻ്റെ പേരിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. തിരുവിതാംകൂർ പ്രജ ആയിട്ട് പോലും ഇദ്ദേഹത്തിൻ്റെ ശിക്ഷിക്കാൻ പറ്റായിരുന്നു. എന്തുകൊണ്ടാണ്? നാണു ഗുരുവിനെ അന്ന് ബ്രിട്ടീഷുകാരൻ ഭരിക്കണോണ്ടാണ്. രാജാവിൻ്റെ കൈ അത്ര സ്വതന്ത്രമല്ലാത്തതുകൊണ്ടാണ്. സാമ്രാജ്യത്വം മുരാച്ചി, ഇത് നാരായണ ഗുരുവിനെ കുറിച്ചുള്ള ബാലകൃഷ്ണൻ കെ ബാലകൃഷ്ണൻ്റെ പുസ്തകത്തില്ല ഉള്ള ഇതാണ്. ടി കെ ബാലകൃഷ്ണൻ്റെ പുസ്തകത്തിന് എടുത്താണ് സാമ്രാജ്യത്വം മുരാച്ചിയുടെ ഒരു കടുങ്കൈ. അതായത് മേൽക്കുപ്പായം ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് മേൽമുണ്ട് സമരം എന്നൊരു സാധനം നടന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ എൻലൈറ്റ്മെൻറ്റ്. ഇതിങ്ങനെയാണ് ഇവിടെ നടന്നിട്ടുള്ള എൻലൈറ്റ്മെൻറ്റ്. ഇതെങ്ങനെ നടന്നു? അപ്പോൾ അത് സമ്മതിച്ചില്ല നമ്മുടെ നമ്മുടെ ഇവിടുത്തെ അന്നദാതാവായ പൊന്നുതമ്പുരാൻ. അങ്ങനെ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം നാടാർമാർക്കില്ല. ക്രിസ്ത്യാനികളായി കൺവേർട്ട് ചെയ്ത നാടാർമാർ, അവർ താണജാതിക്കാരാണ്, അവർ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശമില്ല. അപ്പോൾ മേൽമുണ്ട് ധരിച്ചു തുടങ്ങിയവർ ക്രിസ്ത്യാനികളായല്ലോ. അപ്പോൾ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശമില്ല എന്ന് നിയമം വന്നു. അതിനെതിരെ ആക്ഷേപം ആരാ കൊടുത്തു. അപ്പോൾ അതിൽ ആണ് ഇതിനിടയിൽ ഈ ലോർഡ് ഹാരിസ് എന്ന് പറഞ്ഞിട്ടൊരാൾ റെസിഡൻ്റായിട്ട് വന്നു. റെസിഡൻറ്റ് പറയാണ് ഇവിടെ ഇതാ പറഞ്ഞത്, സത്യവും ന്യായവും മാത്രമല്ല നമ്മുടെ സാമാന്യമായ മനുഷ്യത്വ ബോധം പോലും ഇങ്ങനെ ഒരു ഭാഗത്ത് അണിനിരുന്നിട്ടുള്ള ഒരു വിവാദ സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഇത്തരമൊരു സന്ദർഭത്തിൽ നാം വളരെ ഉറച്ചൊരു നിലയെടുത്തെങ്കിൽ സംസ്കാരമുള്ള ലോകത്തിൻ്റെ കണ്ണിൽ നാം നാണം കെട്ടവരായിത്തീരും. ചക്രവർത്തി തിരുമനസ് വിക്ടോറിയ രാജ്ഞിയുടെ രാജകീയ വിളംബരം ഇത്തരം ഒരു വ്യക്തിഗതമായ മർദ്ദന നടപടിയെ സാധൂകരിക്കാൻ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് അത് എതിർക്കാനുള്ള നമ്മുടെ ബാധ്യത വർദ്ധിപ്പിക്കുന്നതേ ഉള്ളൂ. ചക്രവർത്തി തിരുമനസ് കൊണ്ട് സ്വന്തം സഹോദര സ്ത്രീകൾക്ക് ദയാപുരസ്നം അനുവദിച്ചുള്ള പരിരക്ഷകൾ ഉൾക്കൊള്ളുന്ന വിളംബരം അവർക്കെതിരായി ഉപയോഗപ്പെടുന്ന ചക്രവർത്തി തിരുമനസിന്റെ ഉത്കടമായ വികാരം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ഞാൻ വിവരിക്കുന്നില്ല. ഈ കാര്യങ്ങൾ രാജാവിനെ വേണ്ടമാതിരി ബോധ്യപ്പെടുത്തേണ്ടതും 1929 വിളംബര പ്രകാരം നിരോധനങ്ങൾ, ഈ 1929 ഈ രീതിയിൽ മുണ്ട് ഉടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇത് പാടില്ല എന്ന് റെസിഡന്റ് ദിവാന് കത്തെഴുതുകയാണ്. അതാണ് സാമ്രാജ്യത്വം മുരാച്ചിയുടെ കടുങ്കൈ. ഇങ്ങനെയാണ് സാമ്രാജ്യത്വം ഇവിടെ സുഹൃത്തായിട്ടുള്ള സുനിൽ പി കളികളെ വിമർശിക്കുന്നത് പോലെ സാമ്രാജ്യത്വം ഇവിടെ ആധുനികതയെ ഇറക്കിക്കൊണ്ടുവന്നത്. മേൽമുണ്ടുടുക്കാൻ അനുവാദം രാജാവ് കൊടുക്കാത്തപ്പോൾ അത് കൊടുക്കണം സാർ എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ ചെയ്തത്. ഇതാണ് സാമ്രാജ്യത്വം ഇവിടെ കൊണ്ടുവന്ന ആധുനികത. ഈ മുണ്ടുടുക്കാനാണല്ലോ ആധുനികത. കുപ്പായിട്ട് നടക്കലല്ലോ, കുപ്പായില്ലാണ്ട് നടക്കലല്ലോ. ഇത് കൊണ്ടുവന്നതാണ് വലിയ അനീതിയായിട്ട് കാണുന്നത്. നമ്മുടെ സ്വാഭാവികമായ ആധുനികതയോടെ വരേണ്ടതായിരുന്നു എന്നാണ് പറയുന്നത്. അതിനെ സാമ്രാജ്യത്വം തടയിട്ടു. സാമ്രാജ്യത്വം മുരാച്ചിയുടെ കടുങ്കൈയല്ലേ? കടുങ്കൈയാണ്, സംശയമില്ല. ജോലി കൊടുക്കാൻ പാടില്ല. ഇത് വലിയൊരു ഇതാണ്. പിന്നെ ഒരു കറസ്പോണ്ടൻസിന് ഒരു എഴുത്തുകുത്തുകളുടെ ഒരു ഭണ്ഡാരമാണ്. ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടണമെന്ന് അപേക്ഷിച്ച് ഈ മാസം 7-ാം തീയതിക്ക് അയച്ച ഹർജിക്ക് ഇൻഡാസ് തിരുവിതാംകൂർ സർവീസിൽ ഇപ്പോൾ പ്രവേശനം അനുവദിക്കുന്നതല്ല. അത് ഒറ്റ മറുപടിയാണ്. അവിടെ ഒരു ഇഴവൻ കൊടുക്കുകയാണ്. ഞാനിങ്ങനെ മദ്രാശിയിൽ പോയിട്ടാണ് ജീവിക്കുന്നത്. ഇഴവൻ പഠിച്ചു, വിദ്യാഭ്യാസം കിട്ടി. അത് ബ്രിട്ടീഷുകാരൻ കൊടുത്തു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തു. വിദ്യാഭ്യാസമൊക്കെ നിങ്ങൾ ശരി ഇംഗ്ലീഷിൽ പഠിച്ചല്ലേ, ഇംഗ്ലീഷ് പഠിച്ചാൽ നീ ചെത്തിയാൽ മതി എന്നാണ്. ചോവൻ ചെത്തിയാൽ മതി എന്നാണ്. ഡോക്ടർ പൽപ്പു ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ നിയമത്തിന് ശേഷം വിദ്യാഭ്യാസം ഉണ്ടായി. അദ്ദേഹം വൈദ്യ ബിരുദമെടുത്തു. ജോലിക്ക് വേണ്ടി പോയപ്പോൾ പിന്നെ പൽപ്പു ചെത്തിയാൽ മതി എന്നാണ്. പരമ്പരാഗതമായി തൊഴിൽ ചെയ്താൽ മതി, പഠിക്കേ. ബ്രിട്ടീഷുകാർ നിന്നെ പഠിപ്പിച്ചു അല്ലേ, ശരി, ആ അഹങ്ക അവിടെ വെച്ചേക്കൂ, നിങ്ങൾ ചെത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പഠിച്ചവരൊക്കെ മദ്രാശി പോയിട്ട് വേണം ജോലി ചെയ്യണമെങ്കിൽ. മദ്രാശി ബ്രിട്ടീഷുകാരുടെ നേതൃത്വ ഭരണത്തിൻ്റെ കീഴിലാണ് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ എനിക്കിവിടെ ജോലി തരണം എന്ന് അപേക്ഷിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ്, തിരുവിതാംകൂർ സർവീസിൽ ഇപ്പോൾ പ്രവേശനം അനുവദിക്കുന്നതല്ല. അങ്ങനെ തീരുമാനിച്ചു. പിന്നെയും ഇദ്ദേഹം ഇങ്ങനെ ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം അപ്പോൾ ദിവാനൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല, റെസിഡൻറ്റിനൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അദ്ദേഹം പറഞ്ഞതാണ്, തിരുവിതാംകൂറിലോ കൊച്ചിയിലോ ഉദ്യോഗം തരുന്ന കാര്യത്തിൽ ഞാൻ കഴിയുന്ന ശ്രമം ചെയ്തു, ശ്രമം ഫലിച്ചില്ല. കാരണം അവിടെ രാജാക്കന്മാരാണ് ഭരിക്കുന്നത്. നമ്മുടെ സ്വന്തം ആൾക്കാർ ഭരിക്കണോടത്ത് ജോലി കൊടുക്കാൻ തിരുവിതാംകൂറിലും കൊച്ചിയിലും ജോലി തരാൻ ഞാൻ വിചാരിച്ച നിവൃത്തിയില്ല എന്നാണ് സായിപ്പ്, അതിനുള്ള പിന്നത്തെ സായിപ്പ് പറയുന്നത്. മദ്രാശിയിലാണെങ്കിൽ കൊടുക്കാമെന്നാണ്. മദ്രാശിയിൽ അവരാണ് ഭരിക്കുന്നത്. അവിടെ ആധുനികത, സാമ്രാജ്യത്വം ഇറക്കുമതി ചെയ്തിട്ടുണ്ട്.
ഇവിടെ ആധുനികത ഇറക്കുമതി ചെയ്യാൻ നമ്മുടെ രാജാക്കന്മാർ സമ്മതിക്കില്ല. ഇഷ്ടം പോലെ ജോലിയെടുക്കാനും പഠിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം. നാരായണ ഗുരു പറഞ്ഞാണ്, ബ്രിട്ടീഷുകാരൻ സന്യാസം കൊടുത്ത നാരായണ ഗുരു പറയുന്നതാണ്, ഒന്ന് മാത്രമേ പഠിക്കാവൂ എന്ന് വെക്കരുത്, എല്ലാവർക്കും എന്തും പഠിക്കുകയും ശീലിക്കുകയും ചെയ്യുവാൻ വിരോധമുണ്ടാവരുത് നാരായണ ഗുരു പറയാണ്. ഈ കോണ്ടക്സ്റ്റാണ് പറയുന്നത്. ഇവർക്ക് ജോലി ഇവിടെ കൊടുക്കില്ല, എല്ലാവരും ആ ചെത്തുകാരൻ്റെ മകൻ ചെത്തുകാരനായാൽ പോരാ എന്നാണ് അദ്ദേഹം പറയുന്നത്. കള്ള് തൊടുന്നവനെ നാറും എന്നാണ്. അപ്പോൾ ഈ തൊഴിൽ ഉപേക്ഷിക്കണം, വേറെ തൊഴിലുകൾ ചെയ്യണം, എല്ലാവർക്കും ഏത് തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം എന്ന് പറയുമ്പോൾ ഇതന്നെയാണ് ഇത് ഇന്ദുലേഖയിൽ 1989 പറഞ്ഞാണ്. ഇംഗ്ലീഷുകാർ ഹിമവൽ സേതുപര്യന്തം രാജ്യഭാരം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 100 സംവത്സരമായിട്ടേ ഉള്ളൂ. വഴി പോകുന്ന ഒരു കൂലിക്കാരനോടോ മീൻ പിടിക്കുന്ന ഒരു മുക്കുവനോടോ സംസാരിച്ചാൽ ഇപ്പോഴത്തെ ഭേദം അറിയുവാൻ കഴിയും. ഇംഗ്ലീഷ് രാജ്യഭാരത്തിൽ തൻ്റെ ശരീരത്തിനും മനസ്സിനും തൻ്റെ ഇഷ്ടപ്രകാരം കുറ്റമല്ലാത്ത യാതൊന്നിലും വ്യവഹരിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള അറിവ് നിശ്ചയമായി അവനിപ്പോൾ ഉണ്ട് എന്നാണ്. ഇത് തലശ്ശേരിയിൽ ഇരുന്നിട്ട് പറയാം. അത് തലശ്ശേരി ഒക്കെ ആരുടെ ഭരണത്തിലാണ്? ബ്രിട്ടീഷ് ഭരണത്തിലാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? മുക്കുവൻ്റെ മകൻ മുക്കുവൻ ആയിക്കൊള്ളണമെന്ന് ബ്രിട്ടീഷുകാരന് യാതൊരു നിർബന്ധമില്ല. അങ്ങനെ ഒരു മക്കാളയുടെ സന്തതിയാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ അംബേദ്കർ. മക്കാള ഉണ്ടായിരുന്നില്ലെങ്കിൽ അംബേദ്കർ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്നിട്ടാണ് ഇവിടെ സാമ്രാജ്യത്വം കൊണ്ടുവന്ന ആധുനികതയ്ക്കെതിരെ നമ്മുടെ സുനിൽ പിള്ളയുടെയും മാർക്സിസ്റ്റുകളും പടയൊരുക്കം നടത്തുന്നത്.